ആരൊക്കെ ഒരു പെണ്ണിനെ കുഴിച്ചെടുത്ത് കണ്ടുവന്ന്? അല്ല, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ കണ്ടതാ സാറേ. ഞാൻ അന്ന് രാത്രി ഇന്നത്തെ എന്റെ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് ഷീറ്റ് മുറിച്ചുകൊണ്ട് ഞാൻ നെടുവള്ളിക്ക വഴി വരുമായിരുന്നു. അപ്പോഴാ സാറേ ഞാനത് കണ്ടത്. വല്ലാതെ ഭയന്ന് പോയി സാറേ. ഷീറ്റ് കളഞ്ഞ് ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി. ഇതാ സംഭവിച്ചത്. കർത്തമാണ് പേരാണ് സാറേ. സമ്മതിച്ചു. പക്ഷേ ഈ കഥയിൽ പൈരി പൂരിപ്പിക്കാൻ വിട്ടുപോയ ഒരു ഭാഗമുണ്ടല്ലോ. അച്ഛനെ വിവരം അറിയിച്ച ശേഷം പൈരി പിന്നെ ഇങ്ങോട്ട് പോയി. പള്ളിയിൽ പോലീസ് എത്തിയപ്പോ പൈരി അവിടെ കണ്ടില്ലല്ലോ. ഞാൻ മുങ്ങിയതാ സാറേ. ആദ്യത്തെ ആവേശത്തിന് മുന്നും നോക്കാതെ സംഗതി ഞാൻ അച്ഛനെ അറിയിച്ചെങ്കിലും അച്ഛൻ പോലീസിനെ വിളിക്കുന്ന കേട്ടപ്പോ എന്റെ ധൈര്യമൊക്കെ പോയി സാറേ. ഞാൻ എന്താ നേരത്ത് അവിടെ പോയത് ചോദിച്ചാൽ തീർന്നില്ലേ സാറേ? കള്ളനല്ലേ സാറേ ഞാൻ ചെയ്തത്? ബുദ്ധിമോശമായി പോയെന്ന് എനിക്ക് എപ്പോഴാ തോന്നിയത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് കാലത്ത് അറിയുന്നത് അച്ഛൻ മരിച്ച വാർത്ത. ഞാൻ ആകെ പേടിച്ചു പോയി സാറേ. അതാണ് ഞാൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. നല്ല പള്ളിയില് എന്റെ ഏട്ടന്റെ വീട്ടിലായിരുന്നു. അങ്ങനെയും കള്ളനാ സാറേ. കള്ളം പത്രവും. ഇന്നലെ ഒരു മോഷണ കേസിൽ ഇടയപ്പെടുന്ന ആൾക്കായി. അതാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അച്ഛന്റെ കൊലപാതകം അന്വേഷിച്ച് നിങ്ങളൊക്കെ വന്നെന്ന്. എന്നെ തന്നെ വല്ല സംശയമുണ്ടെന്ന് എന്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് തോന്നി. അതാണ് നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളോടൊപ്പം കൂടിയത്. സത്യമാണ് സാറേ, സത്യം. ഇതൊക്കെ കർത്താവാണ് സത്യം. ഇയാളെ പൊയ്ക്ക്. അല്ല മാഡം, അവൻ കുഴപ്പമില്ല, അയാൾ പോട്ടെ. അയാൾ ഇവിടെ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതിനേക്കാൾ ഗുണം പുറത്ത് സ്വതന്ത്രനാവുന്നത്. നമ്മൾ അയാളെ പൊക്കിയ സ്ഥിതിക്ക് ഇനി യഥാർത്ഥ കൊലയാളിക്ക് ഉറക്കം നഷ്ടപ്പെടും. അയാൾ പൈലിയെ തേടി വരാതിരിക്കുന്നു.